എനിക്കറിയാം, എൻ്റെ പിതാവിൻ്റെ അമ്മ തൊട്ടടുത്തുള്ള ഒരു ജന്മഗൃഹത്തിലെ വീട്ടുജോലിക്കാരിയായിരുന്നു. ആ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് ബ്ലൗസ് ഇട്ടുകൊണ്ടാണ്. പക്ഷേ ആ ജന്മഗൃഹത്തിലേക്ക് കയറുമ്പോൾ അവർ ബ്ലൗസ് ഊരി വെച്ച് വേണം ആ ജന്മഗൃഹത്തിൻ്റെ അകത്തെ അടിച്ചുതെളി നടത്താൻ. അത്രത്തോളം കിരാതമായ, വളരെയധികം അപരിഷ്കൃതമായിട്ടുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ നൂറ്റാണ്ടുകളായി തുടരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അനുഭവിക്കുന്ന കീഴാള ജനത അവർക്ക് വഴി നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും വൃത്തിയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്നതിനും നിവർന്നു നിൽക്കുന്നതിനും അവർക്ക് അഭിമാനമുണ്ടാക്കി കൊടുത്തത്, അവസരമുണ്ടാക്കി കൊടുത്തത് അവർക്ക് ഇസ്ലാം മതത്തിൻ്റെ ഒരു പരിചരണം കിട്ടി തുടങ്ങിയപ്പോഴാണ്. സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളും അവരുടെ ബന്ധുക്കളും അതിനെ അനുഭാവപൂർവ്വം നോക്കി കാണുന്ന ഇതര സമുദായത്തിലെ ആളുകളും മമ്പുറം തങ്ങളെ വളരെ ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത്. തൻ്റെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയുവാനും ഈ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഉപദേശങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തുവാനും അവർക്ക് സാധിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എൻ്റെ മമ്പുറം തങ്ങളെ എന്ന് വിളിച്ച് നമുക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ പാരസ്പര്യം, ഒരു ഇടപഴകൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ആ ഇടപഴകലിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോരാട്ടം നടന്നിട്ടുള്ളത്. ആ പോരാട്ടം ജന്മിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്.